മാഷ, ഇന്ത്യയിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത് അതിൽ സമാജ്വാദി പാർട്ടിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഉണ്ട്, SUCI ഉണ്ട്. രണ്ട് ചിന്താധാരകളുണ്ട്, കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും. എന്തുകൊണ്ടാണ് ഒരു ഇടതുപക്ഷം എന്നൊരു ഏകീകരണമില്ലാത്തത്? അത് കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും എന്ന് പറഞ്ഞ ഒരു വേർതിരിവ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും എന്ന് പറയുന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും രണ്ടായിട്ട് തന്നെയാണ് രൂപപ്പെട്ട് നിൽക്കുന്നത്. രണ്ട് കൂട്ടരുടെയും ചിന്തകളുടെ ഉറവിടം യഥാർത്ഥത്തിൽ മാർക്സാണ്. മാർക്സിയൻ ചിന്തകൾ സ്വാധീനിച്ചിട്ടാണ് ലോകത്ത് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് മൂവ്മെൻറ്റും ഉണ്ടായിരുന്നത്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ പുതിയ ചിന്തകർ വരികയും ഗാന്ധിയുടെ സ്വാധീനം വരികയൊക്കെ ചെയ്തുകൊണ്ട് മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിലുള്ള ഈ സോഷ്യലിസ്റ്റ് പാർട്ടികൾ മുഴുവൻ, സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതായത് അതേ പേരിൽ നിലനിൽക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ സമാജ്വാദി പാർട്ടിയാണ് ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പേരിൽ സൂചിപ്പിക്കുന്ന പാർട്ടിയുള്ളത്. പക്ഷേ അവർ സോഷ്യലിസം എന്നുള്ള അവരുടെ ഐഡിയോളജി മാർക്സിനേക്കാൾ കൂടുതൽ സ്വീകരിക്കുന്നത് ഡോക്ടർ ലോഹിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ജയപ്രകാശിൽ നിന്നാണ്, അതല്ലെങ്കിൽ ഗാന്ധിയിൽ നിന്നാണ്. ഒരുപക്ഷെ ഗാന്ധിയിൽ നിന്ന് എന്ന് നമുക്ക് പറയുമ്പോൾ ഗാന്ധിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള നിലയിലാണ് യഥാർത്ഥത്തിൽ ലോഹിയും ജയപ്രകാശ് നാരായണനൊക്കെ അവർ സ്വീകരിക്കുന്നത്. ഗാന്ധിയിൽ നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ള ബിയോണ്ട് ഗാന്ധിസം ആണ് യഥാർത്ഥത്തിൽ. മാർക്സിസ്റ്റുകളാവട്ടെ അവരുടെ ചിന്തകൾ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടികളുണ്ട്, അതുപോലെ മാവോയിസ്റ്റ് പാർട്ടികളുണ്ട്. മാർക്സിസത്തെ ബേസ് ചെയ്തുകൊണ്ട് ലെനിൻ്റെയും മാവോയുടെയൊക്കെ പരീക്ഷണങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോയ ചിന്തകളിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ ഒരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഇന്ത്യൻ സാഹചര്യത്തിൽ മാർക്സിസം എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ളതാണ്. അതിനേക്കാൾ രസകരമായിട്ടുള്ളൊരു ചോദ്യം എനിക്ക് വേറെ ചോദിക്കാനുണ്ട്. ഹിറ്റ്ലറിനെ നിരാകരിക്കുന്ന ഇന്ത്യയിൽ എന്തുകൊണ്ട് സ്റ്റാലിനെ സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും നിലനിന്നു പോകുന്നു എന്നത്? അത് വളരെ നല്ലൊരു ചോദ്യമാണ്. 1939 ഈ ഹിറ്റ്ലർ അവിടെ വളർന്നു വരുന്ന സാഹചര്യത്തെക്കുറിച്ച് നമുക്കറിയാം. 30കളുടെ ഒരു ഘട്ടത്തിൽ, 30കളുടെ അവസാനമാകുമ്പോഴേക്ക് ഹിറ്റ്ലർ വലിയ ഒരു ഫാസിസ്റ്റ് ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ലോകം മുഴുവൻ വിറപ്പിക്കുന്ന ഒരു ഭരണാധികാരി മാറുന്നുണ്ട്. അവിടെയുള്ള ജൂതന്മാരെ മുഴുവൻ കൊന്നൊടുക്കുന്നുണ്ട്. ജൂതന്മാർ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റുകളെ, സോഷ്യലിസ്റ്റുകളെ, എല്ലാ റവല്യൂഷണറിസ്റ്റുകളെയും എല്ലാവരെയും കൊല്ലുന്നുണ്ട്. ആ കൊല്ലുന്ന ഒരു കാലത്താണ് സ്റ്റാലിൻ ഹിറ്റ്ലറുമായിട്ട് പരസ്പരം അനാക്രമണ സന്ധിയിൽ ഒപ്പുവയ്ക്കുന്നത്. ഈ ഹിറ്റ്ലറോട് കരാറിൽ ഒപ്പിടുകയാണ്. 1939, അതായത് നമ്മൾ പരസ്പരം ആക്രമിക്കുകയില്ല. ഈ കാലഘട്ടത്തിലാണ് ഇയാൾ ഇവിടെ നിഷ്ഠൂരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണേ. അപ്പോൾ സ്വാഭാവികമായി ഇതിലൊക്കെ സംഭവിക്കുന്നൊരു കാര്യം സങ്കുചിതമായ ഒരു ദേശീയതയാണ്. സാർവദേശീയതയെക്കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റുകളൊക്കെ പറയുന്നതെങ്കിലും സങ്കുചിതമായ റഷ്യ എന്നുള്ള ഒരു ദേശത്തെ, രാഷ്ട്രത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ബാധ്യത സ്റ്റാലിൻ ഏറ്റെടുക്കുന്നുണ്ട്. സ്റ്റാലിനും ഹിറ്റ്ലറും അതുപോലെ തന്നെ ഈ യൂറോപ്പിലെ മുതലാളിമാരും എല്ലാം പിന്തുടരുന്നത് ഒരേ നാഗരികതയാണ്. അവരുടെ സങ്കല്പത്തിലെ വികസനം എന്ന് പറഞ്ഞാൽ ഒരേ വികസന രീതിയാണ്. റഷ്യ തുടങ്ങിയത് അങ്ങനെയായിരുന്നില്ല. റഷ്യയിലെ ഈ ലെനിൻ സോവിയറ്റുകൾക്ക് അധികാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. സോവിയറ്റുകൾക്ക് അധികാരം, അത് വളരെ വികേന്ദ്രീകൃതമായിട്ടുള്ള അധികാരഘടന. പക്ഷെ നമുക്ക് അറിയാം പിന്നീടത് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു അധികാരഘടനയായിട്ട് മാറുന്നു. സ്റ്റാലിൻ്റെ കാലമാകുമ്പോഴേക്ക് പൂർണ്ണമായിട്ട് മാറും. ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ ജർമ്മനിയിലെ ഹിറ്റ്ലറിൻ്റെ സ്ഥിതി. പക്ഷേ അതുകൊണ്ട് തന്നെ അത് രണ്ടും തുല്യ അസംഗതമാണ്, പൂർണ്ണമായും തള്ളിക്കളയേണ്ടതാണ് എന്നുള്ളതാണ് സോഷ്യലിസ്റ്റുകളുടെ ഒരു കാഴ്ചപ്പാട്. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ കുറച്ചുകൂടി ലിബറലായിട്ടുള്ള, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ചിന്തയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ മാഷേ, നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് ലോഹിയെക്കുറിച്ച്, ഗാന്ധിയെക്കുറിച്ച്, മാർക്സിനെക്കുറിച്ച്. ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനെ എങ്ങനെയാണ് മാഷ് ഈ മാർക്സിയൻ, ലോഹ്യ, ഗാന്ധി രാഷ്ട്രീയവുമായി താരതമ്യപ്പെടുത്തുന്നത്? ഈ നെഹ്റു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്, ടവറിങ് പേഴ്സണാലിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഗാന്ധി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യയിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള, ദേശീയ ഈ വിമോചന സമരത്തിൽ, നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാൾ നെഹ്റുവാണ്. നമ്മളൊക്കെ അറിയാം, സ്വതന്ത്ര ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. നെഹ്റുവിൻ്റെ ഒരു കാലഘട്ടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
നെഹ്റുവിൻ്റെ ചിന്തകളിൽ സോഷ്യലിസം തന്നെയാണ്. പക്ഷേ ആ സോഷ്യലിസത്തിന് മാർക്സിൽ നിന്ന് അത് ഊർജം സ്വീകരിക്കുന്നുണ്ട്, ലെനിനിൽ നിന്നും സ്വീകരിക്കുന്നുണ്ടാകാം. പക്ഷെ അതിന് കൂടുതൽ ബന്ധമുണ്ടായിരുന്നത് ഫേബിയൻ സോഷ്യലിസമായിട്ടാണ്. യൂറോപ്പിലുണ്ടായിരുന്ന, പ്രത്യേകിച്ച് ബ്രിട്ടനിലൊക്കെ ഉണ്ടായിരുന്ന ബെർണാഡ് ഷേ പോലെയുള്ള ആളുകളുടെയൊക്കെ ഒരു രാഷ്ട്രീയ ചിന്തയുണ്ട്. അവർ പൂർണ്ണമായും സ്റ്റാലിൻ വിരുദ്ധരാണ്. സോവിയറ്റ് പരീക്ഷണങ്ങളോട് ഒരു പരിഹാസം അല്ലെങ്കിൽ ഒരു വളരെ ശക്തമായ വിമർശനമുള്ള ആളുകളായിരുന്നു അവർ. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ അവർ ജനാധിപത്യവാദികളാണ്. തീർച്ചയായിട്ടും അതാണ് ലിബറൽ ഡെമോക്രാറ്റ്സ് എന്ന് പറയുന്നത്. ഈ സോഷ്യൽ ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞ് പിൽക്കാലത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ രൂപമുണ്ട്. ഒരു സ്കാൻഡിനേവിയൻ അത് പടിഞ്ഞാറൻ യൂറോപ്പിലൊക്കെ ഉള്ള ആ രീതിയിലുള്ള, ജർമ്മനിയിലുള്ള, ഫ്രാൻസിലുള്ള, ഇംഗ്ലണ്ടിലുള്ള, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലുള്ള ഒക്കെ ഒരു രാഷ്ട്രീയം ഏതാണ്ട് ഒരു ഫാബിയൻ സോഷ്യലിസ്റ്റുകളുടെ പരിസരത്തിൽ നിന്നാണ്. അതിനകത്ത് അവർ അംഗീകരിക്കാത്തത് ഈ വിയോജിപ്പുകളോട് ബഹുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം. അത് ഫ്രഞ്ച് ഈ വിപ്ലവ കാലഘട്ടത്തിൽ തന്നെ വോൾട്ടർ പറയുന്നത്, നിങ്ങൾക്ക് എന്നെ എതിർക്കാനുള്ള നിങ്ങളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് ഞാൻ പൊരുതാൻ തയ്യാറാണ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എന്നെയാണ് വിമർശിക്കുന്നത്, എന്നെ വിമർശിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമരരംഗത്തിറങ്ങും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനൊരു പരിധിയുണ്ട്. നിങ്ങൾ കൈവീശുമ്പോൾ എൻ്റെ മൂക്കിൻ തുച്ഛത്ത് വരെ വരാൻ പാടുള്ളൂ, അതിനിടിക്കരുത്. അപ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം ഞാൻ അംഗീകരിക്കുന്നു, പക്ഷേ നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നത് എൻ്റെ മൂക്കിൻ തുച്ഛത്താണ് എന്ന് പറയുന്നത്. ഈ ഒരു എക്സ്റ്റൻഷൻ വരെ, ഈ ഒരു അറ്റം വരെ ഫാബിയൻ സോഷ്യലിസ്റ്റ് പോയിട്ടുണ്ട്. നെഹ്റുവിലും അത് കാണാം. പക്ഷേ ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ നെഹ്റുവിന് ഈ ഫാബിയൻ സോഷ്യലിസം എങ്ങനെയാണ് കൊണ്ടുവരാൻ കഴിയുക? ഇന്ത്യൻ്റെ സാഹചര്യം എന്താണ്? ഇന്ത്യൻ്റെ സാഹചര്യം ജാതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമൂഹമാണ് ഇന്ത്യ. അവിടെ വർഗത്തെ മാത്രം കണ്ടുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മാർക്സിസ്റ്റുകൾക്ക് പറ്റിയിട്ടുള്ള അതേ അബദ്ധമാണ് യഥാർത്ഥത്തിൽ നെഹ്റുവിനും പറ്റുന്നത്. ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു വളരെ മുരടി ഇന്ത്യൻ സമൂഹത്തെ, ഇതിൻ്റെ രക്തചംക്രമണത്തെ തടഞ്ഞു നിർത്തിയിട്ടുള്ള, മൊത്തം സമൂഹത്തിൻ്റെ ആരോഗ്യത്തിന് ബാധിച്ചിട്ടുള്ള, മൊത്തം ചലനശേഷിയെ ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്ന ഒരു ജാതി വ്യവസ്ഥ ഇവിടെ ഉണ്ട്. അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിൽ നെഹ്റു പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അവിടെയാണ് നെഹ്റുവിന് ശക്തമായി നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ട് അംബേദ്കറും ലോഹിയൊക്കെ പിൽക്കാലത്ത് വരുന്നത്. നെഹ്റുവിൻ്റെ പരാജയത്തെക്കുറിച്ച് മാഷ് പറഞ്ഞു. അപ്പോൾ നെഹ്റു വിജയിച്ചത് എവിടെയാണ്? ഒരു സ്റ്റേറ്റ്സ്മാൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതിൽ, സാമ്പത്തികമായി ഇന്ത്യയെ വികസിപ്പിക്കുന്നതിൽ അവിടെയൊക്കെ നെഹ്റു വിജയിച്ചു എന്നൊരു അഭിപ്രായം മാഷിനുണ്ടോ? ഭാഗികമായുണ്ട്. യഥാർത്ഥത്തിൽ നെഹ്റുവിനെ അധികാരം ഏൽപ്പിക്കുന്നൊരു, നമ്മൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിട്ട് നെഹ്റു വന്നിട്ടില്ലായിരുന്നെങ്കിൽ ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഇന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ട്. അത് ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്നത് കാരണം മോദിയെ പോലെയുള്ള ഒരു മനുഷ്യൻ ഇന്ന് അതേ കസേരയിൽ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം. കാരണം പണ്ട് നമ്മൾ പറയാറുള്ളൊരു കാര്യമുണ്ട്, ഒരു കടത്തുകാരൻ്റെ കഥ പറയാറുണ്ട്. അച്ഛൻ കടത്തുകാരനായിരുന്നപ്പോൾ യാത്രക്കാരെയൊക്കെ മുട്ടോളം വെള്ളത്തിലിറക്കിയത്. അപ്പോൾ അയാൾ മരിച്ചുപോയി. അപ്പം അന്ന് അയാളെ ചീത്ത പറയുകയാണ് ആളുകൾ, മുട്ട് വരെ വെള്ളത്തിലിറക്കിയതിൻ്റെ പേരിൽ. പിന്നെ വരുന്നത് മകൻ വന്നപ്പോൾ അരയോളം വെള്ളത്തിലാണ് ഇറക്കുന്നത്. അപ്പം എൻ്റെ അച്ഛൻ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരാളായിരുന്നു എന്ന് പറയുന്ന പോലെയാണ്. നെഹ്റു ഒരു പൂർണ്ണമായ ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യ രീതികൾ ഇന്ത്യക്ക് പറ്റിയ രീതിയിലല്ല പോയതെന്നുള്ളത് ശരിയാണ്. ഞാൻ പറഞ്ഞു നേരത്തെ, അദ്ദേഹം ഇവിടെ ജാതിയെ അടിച്ചമർത്തപ്പെട്ടുള്ള ജനവിഭാഗത്തിന് സ്വാതന്ത്ര്യം കിട്ടാവുന്ന, അധികാരത്തിൽ പങ്കെടുക്കാവുന്ന രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള പ്രവൃത്തികളിൽ അങ്ങനെ ഇടപെട്ടിട്ടില്ല. ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ അതിശക്തമായിട്ട് അംബേദ്കർ ലോഹിയൊക്കെ അത് പറയുമ്പോൾ പോലും അദ്ദേഹം അതിനത് വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടില്ല. വലിയ ഈ അണക്കെട്ടുകളും വലിയ പദ്ധതികളും കൊണ്ടുവരുമ്പോൾ അത് ബുധനി എന്ന് പറഞ്ഞ നോവല്, നമ്മുടെ ഈ സാറ ജോസഫിൻ്റെ നോവലിലെ ബുധനി എന്ന് പറഞ്ഞുള്ള കഥാപാത്രം യഥാർത്ഥത്തിൽ ഈ ബക്രാനെങ്കലിൻ്റെ ഉദ്ഘാടന ഘട്ടത്തിൽ നെഹ്റുവിനോടൊപ്പം പങ്കെടുത്തുള്ളൊരു പെൺകുട്ടിയാണ്. പക്ഷേ പിന്നീട് അവളുടെ തലമുറകൾ, അവളുടെ ആദിവാസികൾ, അവരുടെ കുടുംബം, ഗോത്രം മുഴുവൻ എവിടെയാണ് പോയത് ആരും അന്വേഷിച്ചില്ല. ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് ഈ ആദിവാസികൾ മുഴുവൻ അവിടുന്ന് കുടിയൊഴിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്, നർമ്മദയിലൊക്കെ ചെയ്യപ്പെടുന്നത് പോലെ. ഈ ഒരു വികസന മാതൃക ഇന്ത്യയിൽ സോഷ്യലിസത്തിലേക്ക് ഉള്ള വളർച്ചയെ സഹായിച്ചിട്ടില്ല. അപ്പോൾ നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറഞ്ഞ ഒരു ആശയം, അങ്ങനെ ഒരു ആശയമേ നിലനിൽക്കുന്നില്ല എന്നാണോ മാഷ്? അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് ഈ നമ്മൾ തട്ടിച്ചു നോക്കേണ്ടത് ഒരു മറ്റ് രാജ്യങ്ങളുമായിട്ടാണ്.
നമ്മൾ തൊട്ടപ്പുറത്തുള്ള രാജ്യങ്ങളായിട്ടാണ്. ഇപ്പം പാകിസ്ഥാനുണ്ട്, ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് പോയിട്ടുള്ള, അതല്ലെങ്കിൽ സോവിയറ്റ് റഷ്യയുണ്ട്, ചൈനയുണ്ട്. ഈ സമൂഹങ്ങളെക്കാൾ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെട്ട് നിൽക്കുന്നത് ഇന്ത്യയാണ്. അതൊരു പക്ഷേ ഗാന്ധി തുടങ്ങി വെച്ചിട്ടുള്ള, ഗാന്ധിയാണ് ഇന്ത്യയെ ജനാധിപത്യവൽക്കരിച്ചത് എന്ന് നമുക്ക് ധൈര്യമായി പറയാൻ പറ്റും. കാരണം 1885 കോൺഗ്രസ് ഉണ്ടാകുന്നത്. കോൺഗ്രസ്സാണ് ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ ഗാന്ധിജി വരുന്നത് ഈ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തുന്ന 1915. 1917 ചമ്പാരൻ സമരത്തിലൂടെ കർഷകരെയും 1918-19 കാലഘട്ടത്തിൽ അഹമ്മദാബാദ് ടെക്സ്റ്റൈൽസ് സമരം, ഗേദ സമരം തുടങ്ങിയിട്ടുള്ളതിലൂടെ ഈ തൊഴിലാളികളെ, കർഷകരെ ഒക്കെ മുന്നോട്ട് കൊണ്ടുവരുന്നത് അവരുടെ ഈ ലിബറേഷൻ കൂടിയാണ്, അവരുടെ സ്വാതന്ത്ര്യം കൂടിയാണ്, അവരുടെ ജീവിക്കാനുള്ള അവകാശം കൂടിയാണ് സ്വാതന്ത്ര്യം എന്ന് എഴുതി ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലൂടെ ഈ മുസ്ലിം സമുദായങ്ങളിൽ ഒരു വിശ്വാസം വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അതേപോലെ സ്ത്രീകളെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും സമരത്തിലും പങ്കെടുപ്പിക്കുന്നു. നമുക്ക് കണ്ടറിയാം, നമ്മൾ ഗാന്ധിയുടെ സമരം ലോകത്തിൽ ഒരിടത്തും ഇല്ലാത്ത രീതിയിൽ സ്ത്രീകൾ പങ്കെടുത്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഒന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണ്. അത്ര വേറെ എവിടെയും ഉണ്ടായിട്ടില്ല നേതൃത്വത്തിലേക്ക് സ്ത്രീകൾ വന്നിട്ടുള്ള. അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം എന്തു ചെയ്യുന്നുണ്ട്, ഈ തൊട്ടുകൂടായ്മയ്ക്കെതിരായിട്ടുള്ള സമരത്തെയും അതിൽ ചേർക്കുന്നുണ്ട്. അധികാരത്തിൻ്റെ വികേന്ദ്രീകരണത്തെ പോലെ തന്നെ ഉൽപ്പാദനത്തിലെ വികേന്ദ്രീകരണത്തിലുള്ള ശ്രമം എന്നുള്ള നിലയിൽ ചർക്കയെ അവതരിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സമഗ്രമായ ഒരു അന്വേഷണമാണ് ഗാന്ധി നടത്തി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരിടത്തുള്ള രാഷ്ട്രീയമായിട്ടും തടിച്ചു നോക്കാൻ പറ്റില്ല. അത്രയും സങ്കീർണമാണ് നമ്മുടെ സാമൂഹിക ഘടന. അതിന് വേണ്ട വിധത്തിൽ നെഹ്റു ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിലാണ് നെഹ്റുവിൻ്റെ പോരായ്മയെ നമ്മൾ ചൂണ്ടുന്നത്. ഇന്ത്യയിൽ ഇപ്പോഴുള്ള ഒരുപാട് സോഷ്യലിസ്റ്റ് പാർട്ടികൾ, അതിൽ സമാജ്വാദി പാർട്ടിയുണ്ട്, RJD ഉണ്ട്, അങ്ങനെ നിരവധി പാർട്ടികളുണ്ട്. ഇതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ താങ്കൾക്ക് പ്രതീക്ഷയുണ്ടോ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളെ ഏകീകരിക്കാനുള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് പാർട്ടികളെന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ വിളിക്കാൻ പറ്റിയ പാർട്ടികൾ ഇപ്പം നിലവിലില്ല എന്ന് എനിക്ക് തോന്നുന്നു. പഴയ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതേ തുടർച്ച ഇപ്പോൾ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സോഷ്യലിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു വലിയ ചിന്തയായിരുന്നു. അത് 1952 പൊതു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമ്പോൾ ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകൾ തിരിച്ചറിയുന്നൊരു കാര്യമുണ്ട്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ വരുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ വലിയ ഒരു ഇമേജുമായിട്ടാണ് വരുന്നത്. BRP ഭാസ്കറിനെ പോലെയുള്ള ഈ പത്രപ്രവർത്തകർ പറഞ്ഞൊരു കാര്യമുണ്ട്, 42 50കളെ നയിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. അത്ര പ്രതീക്ഷ നൽകിയിട്ടാണ്. ഇലക്ഷനിൽ അവർ തോറ്റുപോയതിന് 10% വോട്ടാണ് കിട്ടിയത്. വളരെ കുറഞ്ഞ സീറ്റേ കിട്ടി. അപ്പോൾ ഒരു നിരാശ വന്നു. അപ്പോഴാണ് അവർ ആലോചിക്കുന്നത് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. വെറും ഇമേജ് കൊണ്ട്, നേതാക്കന്മാരുടെ ഇമേജ് കൊണ്ടൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്, സമരവീര്യം കൊണ്ടുമല്ല. അപ്പം കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് കൃത്യമായി അടയാളപ്പെടുത്തണം. അങ്ങനെയാണ് 1952 പാച്ചുമാരിയിൽ വെച്ചിട്ടുള്ള ഒരു വലിയ സമ്മേളനത്തിൽ വെച്ച് ഡോക്ടർ ലോഹിയ നടത്തിയിട്ടുള്ള ഒരു പ്രസംഗമാണ് ഇന്ത്യൻ സോഷ്യലിസത്തിൻ്റെ താത്വികാടിസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ചിന്ത. 7 റവല്യൂഷൻസ്, 7 വിപ്ലവങ്ങൾ പറയുന്നത്. അതിലാണ് ഇന്ത്യയിൽ വിപ്ലവം എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്നത്. അതിനെ വെച്ച് വേണം സോഷ്യലിസ്റ്റുകളെ അളക്കാൻ. ഇന്നത്തെ ഏതെങ്കിലും ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? വേണ്ട, പകുതി ഇല്ല. അവരെന്ത് ചെയ്യുന്നത്, അവരുടെ ഒരു വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ, അധികാരം കിട്ടാൻ ഏതാണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കുകയാണ്. ജാതിയെക്കുറിച്ച് അവർ പറയുന്നത് തീർച്ചയായിട്ടും യാദവന്മാരുടെ രാഷ്ട്രീയ പാർട്ടി എന്ന് വിളിക്കപ്പെട്ടാൽ പോലും പിന്നോക്ക രാഷ്ട്രീയത്തെ അതിശക്തമായിട്ട് ഉന്നയിക്കാൻ സമാജ്വാദി പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട്, RJDക്ക് കഴിഞ്ഞിട്ടുണ്ട്, JDUവിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഈ ആഭ്യന്തര വിഭാഗങ്ങൾ അതിൽ വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കഴിഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പറയുമോ? ഈ വലിയ ഈ തരത്തിലുള്ള ഈ വൻകിട ഉൽപ്പാദന സമ്പ്രദായത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയം പറയുമോ? പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി ആണ് ഇവ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. പക്ഷേ ആ സോഷ്യലിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ പിന്തുടർച്ചക്കാരാണ്. അതുകൊണ്ട് നമുക്ക് അതിനെ അങ്ങനെ തന്നെ കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിലെ സോഷ്യലിസ്റ്റുകളുടെ ഒരു ഏകീകരണം എന്നത് താങ്കൾ ഉൾപ്പെടെയുള്ള സോഷ്യലിസ്റ്റുകളുടെ ഒരു സ്വപ്നമായിരിക്കുമല്ലോ. ഇതിന് പ്രയാസമായി നിൽക്കുന്ന
ദേശീയ തലത്തിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നാണ് താങ്കളുടെ അഭിപ്രായം? ഈ ചോദ്യത്തിൽ കുറച്ചൊരു സങ്കീർണതയുണ്ട്. കാരണം ഇന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രത്യേക സ്വഭാവം, BJP മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഒരു പരിധിവരെ കോൺഗ്രസിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ, അത് പ്രാദേശികമായ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സമാജ്വാദി പാർട്ടി ഒരു UPയിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അതിൻ്റെ പിൻബലത്തിൽ, അവിടുത്തെ ജനങ്ങളുടെ പിൻബലത്തിൽ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന പാർട്ടിയായിട്ടാണ് നിൽക്കുന്നത്. RJD ആവട്ടെ ബീഹാറിൽ. പക്ഷേ ഇവർ തമ്മിൽ കോമൺ ആയിട്ടുള്ള ചില ചിന്തകളുണ്ട്. അത് സോഷ്യലിസ്റ്റ് ചിന്തകളാണ്. യഥാർത്ഥത്തിൽ ഈ കോമൺ ആയിട്ട് അവർക്ക് പൊതുവായിട്ടുള്ള അവരുടെ ചിന്തകളെ എടുത്തുകൊണ്ട് പരസ്പരം ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു സാധ്യമായ കാര്യമാണത്. ഇവർക്ക് ഒരു ഇന്ത്യ, ഒരു സോഷ്യലിസ്റ്റ് ഇന്ത്യ ആണല്ലോ. ഇന്ത്യ എന്ന് പറയുന്നത് ദേശീയ ഒരു ഫ്രെയിം മൂല്യത്തിൽ തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. പ്രാദേശികമായിട്ടാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ പോലും അതൊരു ദേശീയമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിന് പകരം ഒരു ഫെഡറൽ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഒരു സംഗതി രൂപീകരിക്കുന്നതാണ് നല്ലത്. എല്ലാ സ്റ്റേറ്റിലുമുള്ള സോഷ്യലിസ്റ്റുകളുടെ പിന്മുറക്കാരായിട്ടുള്ള പാർട്ടികൾ, അത് RJD ആവട്ടെ, JDU ആവട്ടെ, അല്ലെങ്കിൽ JDS ആവട്ടെ, സമാജ്വാദി പാർട്ടി ആവട്ടെ, അല്ലെങ്കിൽ ഭാരതീയ നാഷണൽ ജനതാദൾ ആവട്ടെ, ഇങ്ങനെ പല പാർട്ടികൾ പല സ്റ്റേറ്റിലുണ്ട്. ഇവരെല്ലാം ചേർന്നിട്ടുള്ള ഒരു ഫെഡറേഷൻ, കോൺഫെഡറേഷൻ പോലെ ഒരു ഈ സംഘടന ഉണ്ടാക്കുകയാണ്. അടിയന്തരമായിട്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ അവർ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അങ്ങനൊരു സാധ്യതയുണ്ട്. കാരണം ഇപ്പം BJPയുടെ ഭരണം, മോഡിയുടെ ഹിന്ദുരാഷ്ട്രവാദികളുടെ വലിയൊരു ഭീഷണിയിൽ രാജ്യം ഞെരുങ്ങിപ്പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടിച്ചമർത്തപ്പെടുന്ന ആളുകൾ തമ്മിലുണ്ടാകേണ്ട ഒരു ഐക്യമുണ്ട്. അത് അവരുടെ പാർട്ടിയുടെ ലക്ഷ്യത്തിന് വേണ്ടിയല്ല, രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ഡയലോഗ് നടക്കേണ്ടതുണ്ട്. നടക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോഷ്യലിസ്റ്റുകളുടെ ഏകീകരണത്തിന് ദേശീയ തലത്തിൽ നേരിടുന്ന അതേ വെല്ലുവിളി തന്നെയാണോ കേരളത്തിലും നേരിടുന്നത്? കേരളത്തിൽ സോഷ്യലിസ്റ്റുകൾ വിവിധ മുന്നണികളിലായി വേറെ ആയാണ് നിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആവശ്യകത ഇല്ല എന്നാണോ അത് ബോധ്യപ്പെടുത്തുന്നത്? അതിൻ്റെ പ്രസക്തി ഇല്ലേ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഒരു ഏകീകരണത്തിന്? അതിൻ്റെ വിലങ്ങുതടി എന്താണ്? മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഒരു സാഹചര്യമല്ല കേരളത്തിൽ എനിക്ക് തോന്നുന്നു. കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിനിടയിൽ ഒരിക്കൽ പോലും തങ്ങളുടെ രാഷ്ട്രീയത്തെ, തങ്ങളുടെ ചിന്തയെ ധൈര്യമായി പ്രകടിപ്പിക്കാനുള്ള ഒരു നേതൃത്വം ഉണ്ടാകില്ല. നമ്മളിപ്പം നമുക്ക് ആലോചിക്കാം, ഏറ്റവും അടുത്ത കാലത്ത് ഈ സാമ്പത്തിക സംവരണം വരുന്നു. സാമ്പത്തിക സംവരണത്തെ ന്യായീകരിക്കുന്ന മുന്നണികളാണ് കേരളത്തിലുള്ളത്. അതിനുള്ളിൽ സോഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ചിന്ത എന്താണ്? ജാതിക്കെതിരായിട്ട് ജാതി നിർമൂലനത്തിന് വേണ്ടി ഉള്ള ശക്തമായ ഇടപെടലാണ്. സംവരണത്തെക്കുറിച്ച് ഏറ്റവും ശാസ്ത്രീയമായി പറഞ്ഞിട്ടുള്ളത് സോഷ്യലിസ്റ്റുകളാണ്. മണ്ഡൽ കമ്മീഷൻ്റെ ഏർപ്പാട് ചെയ്തതും അതിൻ്റെ വക്താക്കളാണ്. മണ്ഡൽ കമ്മീഷൻ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് ഐഡിയോളജിയാണ്. എന്നിട്ട് ഇവിടെ സാമ്പത്തിക സംവരണം വന്ന സമയത്ത് ഞങ്ങൾ വിയോജിക്കുന്നു എന്ന് രേഖപ്പെടുത്താൻ പോലും ധൈര്യപ്പെട്ടിട്ടില്ലാത്ത ഒരു നേതൃത്വമാണ് ഇരുമുന്നണികളിലും. ഇരുമുന്നണികൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഏതാണ്ട് JDS, RJD സംഘടനകൾ ഇവിടെയുള്ള LDFിലാണ്. മറ്റൊരു പാർട്ടി നാഷണൽ ജനതാദൾ എന്ന് പറയുന്നത് UDFന് പിന്തുണയ്ക്കുന്നവരാണ്. ഇവരാരെങ്കിലും അത് കൃത്യമായിട്ട് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ടോ? അത് പറയാനുള്ള ധൈര്യം എന്താണ് ഇല്ലാതായി പോകുന്നത്? സാമ്പത്തിക സംവരണത്തെ വളരെ ശക്തമായ രീതിയിൽ നാഷണൽ ജനതാദൾ എതിർത്തിട്ടുണ്ട്. ജാതി സെൻസസിനെ നാഷണൽ ജനതാദൾ വളരെ ശക്തമായ രീതിയിൽ തന്നെ പ്രചാരണത്തിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ ഒരുപാട് പരിപാടികളും ഞങ്ങളുടെ പാർട്ടി നടത്തിയിട്ടുണ്ട്. അതിന് ഞാൻ മനസ്സിലാക്കുന്നത് UDF ജാതി സെൻസസിനെയൊക്കെ അനുകൂലിക്കുന്നുണ്ട്. അപ്പോൾ LDFിൻ്റെ ഒരു സമീപനമല്ല അതിൽ UDFന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജാതി സെൻസസിനെ അംഗീകരിക്കുന്നു എന്നുള്ളത് ശരിയാണ്. ജാതി സെൻസസ് മറ്റൊരു വിഷയമാണ്. അത് വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ജാതി നിർമൂലനത്തിൽ റിസർവേഷൻ, ജാതി സംവരണം വഹിക്കുന്ന പങ്കിനെക്കുറിച്ചുള്ള രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അത് പറയുന്നത് UDF ഒരയഞ്ഞ പ്ലാറ്റ്ഫോമിന് പുറത്ത്, UDFിൻ്റെ പ്ലാറ്റ്ഫോമിന് പുറത്ത് അതിനോട് യോജിച്ച് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൻ്റെ ഫ്രെയിമിനുള്ളിലാണെങ്കിൽ നിങ്ങൾക്കത് അങ്ങനെ പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ പറഞ്ഞാൽ അത് അവരംഗീകരിക്കുമോ എന്നുള്ളതാണ് വിഷയം. അതൊരു മുന്നണി പ്രോഗ്രാമായിട്ട് അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ
മുന്നണിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ അതിനോട് ഞങ്ങൾ വിയോജിക്കുന്നു എന്ന് പറയുന്ന ഒരു ധൈര്യമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ പറയും എൻ്റെ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തണം, ഞാൻ അതിനോട് യോജിക്കുന്നില്ല, പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രീതിയുണ്ട്. അങ്ങനെയെങ്കിലും ഇവിടെ ഭരിക്കുന്ന മുന്നണിയിൽ പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ കേരളത്തിലെ സോഷ്യലിസ്റ്റുകൾ അവരുടെ ചിന്തയെ ധീരമായി പറയാൻ എന്നുള്ള ആർജവം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം ക്ഷീണിച്ചു പോകുന്നത്. ഇതിൻ്റെ എന്താണ് ചിന്തിക്കുന്നത് ഇവർ എന്ന് ആർക്കും അറിയില്ല. ഇടതുപക്ഷ മുന്നണി അല്ലെ UDF എന്ന് പറയുന്നു. UDF എന്ന് പറയുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ, LDF എന്ന് പറയുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരു അംബ്രല്ല ഓർഗനൈസേഷൻ എന്ന് പോലും പറയാൻ പറ്റില്ല. അതൊരു ചേർന്ന് പലർക്കും പല പ്രകടന പത്രികകളാണ്. എലക്ഷൻ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു, ഒരു പൊതു മിനിമം പരിപാടി വയ്ക്കുന്നു. അതിനപ്പുറത്ത് ഓരോ ഘടക പാർട്ടികൾക്കും അവരുടേതായ ചിന്തകളും പ്രകടന പത്രികകളും അവരുടേതായ രാഷ്ട്രീയ പരിപാടികളുണ്ട്. അത് മുന്നോട്ട് വയ്ക്കാറുണ്ടോ ഈ സോഷ്യലിസ്റ്റുകൾ? അതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ടെങ്കിൽ തന്നെ അണികളിലേക്കോ ജനങ്ങളിലേക്കോ അത് എത്തിയിട്ടില്ല. നോക്കൂ മാഷേ, RSSും BJPയും ലോഹിയെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. എന്നാൽ നെഹ്റുവിനെ അവർ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഇതിനോട് താങ്കളുടെ അഭിപ്രായം എന്താണ്? ലോഹിയെ മാത്രമല്ല, ജയപ്രകാശ് നാരായണനെ അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തി പരാജയപ്പെടാറുണ്ട്. വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലും ഒരിക്കൽ രാമമനോഹർ ലോഹ്യ എന്നുള്ള ഒരു വാക്ക് അദ്ദേഹത്തെ പറ്റി പറഞ്ഞ്, ജയപ്രകാശ് നാരായണനെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നത്. അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ, BJPയുടെ മുദ്രാവാക്യങ്ങളിൽ ചിലത് ഒന്ന് ഹിന്ദി ഭാഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു. ഡോക്ടർ ലോഹ്യ അംഗ്രേസി ഹഠാവോ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിട്ടുണ്ട്. അംഗ്രേസി ഹഠാവോ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ലോഹ്യയെ ഒരു ഹിന്ദി ഭ്രാന്തനാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും പല ആളുകൾ അത് പറയാറുണ്ട്. ഇദ്ദേഹം ഹിന്ദിയുടെ വക്താവാണ്, ഹിന്ദി ഭ്രാന്തനാണ് എന്ന് പറയുന്ന രീതിയിൽ. യഥാർത്ഥത്തിൽ ലോഹ്യ പറഞ്ഞിരുന്നത്, അവനവൻ്റെ ഭാഷയിൽ, മനുഷ്യൻ്റെ മാതൃഭാഷയിലൂടെ മാത്രമേ അവർക്ക് വികസിക്കാൻ കഴിയൂ. ഇന്ത്യയുടെ ഒരു ലിങ്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആവരുത്. അധികാരത്തിൻ്റെ ഭാഷയും ബോധന ഭാഷയും ഇംഗ്ലീഷ് ആവരുത്, മാതൃഭാഷയായിരിക്കണം എന്നാണ്. ഓരോ ഉത്തരേന്ത്യനും ഒരു ദക്ഷിണേന്ത്യൻ ഭാഷ പഠിച്ചിരിക്കണമെന്നും ഓരോ ദക്ഷിണേന്ത്യനും ഒരു ഉത്തരേന്ത്യൻ ഭാഷ പഠിച്ചിരിക്കണമെന്ന് അദ്ദേഹം ശാഠ്യം പിടിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിൽ വന്നിട്ട് അദ്ദേഹം ഹിന്ദി പ്രസംഗിച്ച സമയത്ത് അതിശക്തമായ വിയോജിപ്പുണ്ടായപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ തമിഴ് പറയൂ എന്നാണ്. ഉത്തരേന്ത്യയിൽ വന്ന് തമിഴ് പറയണം, അപ്പോൾ എല്ലാവരും അവനവൻ്റെ മാതൃഭാഷയിൽ സംസാരിക്കണം എന്നൊരു വാശി. ഇതിനെ ഈ RSSകാർ പലപ്പോഴും അത് ഹിന്ദി, അവരുടെ ഹിന്ദി ഒരു താല്പര്യമുണ്ട്, നമുക്കറിയാം, സംസ്കൃതത്തിൻ്റെ ഹിന്ദീൻ്റെ താല്പര്യമുണ്ട്. എന്തോ തെറ്റിദ്ധാരണയുണ്ട് യഥാർത്ഥത്തിൽ. ഗാന്ധിയെയും അത് തരത്തിൽ കൊണ്ടുവരാറുണ്ട്. ഗാന്ധിയെ കൊല്ലുന്നതിന് കാരണമായിട്ട് ഗോഡ്സെ പറയുന്നൊരു വാചകം, അദ്ദേഹം ഹിന്ദുസ്ഥാനി ഭാഷ, ഹിന്ദിയെ വിട്ട് ഹിന്ദുസ്ഥാനി ഭാഷയിലാണ് ഗാന്ധി പലപ്പോഴും സംസാരിച്ചിരുന്നത്, ബെസ്റ്റാർഡ് ലാംഗ്വേജ് ആണെന്നാണ് ആരുടെ വിമർശനം? ഗോഡ്സെയുടെ വിമർശനം ഗാന്ധിക്കെതിരായിട്ട്. ലോഹിയയുടെ രാഷ്ട്രീയത്തെ, ലാംഗ്വേജ് പൊളിറ്റിക്സിനെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പറയാൻ ഇവർ ധൈര്യപ്പെടില്ല. പക്ഷെ പലപ്പോഴും അത് മറച്ചു വയ്ക്കുക ചെയ്യുക. ഇത് തന്നെയാണ് കോൺഗ്രസ്സിനോടുള്ള സമീപനത്തിലും. ലോഹിയ നോൺ കോൺഗ്രസിസം എന്ന് പറയുന്നുണ്ട്. 1960 ഇന്ത്യയിലെ പ്രതിപക്ഷങ്ങൾക്ക് ഒരു ശബ്ദമില്ലാതായി പോകുന്നൊരു സാഹചര്യം വരുന്നു. ഭൂരിപക്ഷം ജനങ്ങളുടെ ഹിതം പ്രതിപക്ഷത്തിന് അനുകൂലമാണ്, വിവിധ സ്കാറ്റർ ചെയ്യപ്പെടുന്നു, അത് ഇങ്ങനെ വിഭജിച്ച് പോകുന്നു. അപ്പോൾ അതേ പ്രതിപക്ഷത്തിനെ നേരിടുന്നതാവട്ടെ അതിനെ അടിച്ചമർത്തിക്കൊണ്ട് എന്നുള്ള രീതിയിലാവുന്നു. അപ്പോഴാണ് പ്രതിപക്ഷം എന്നുള്ളതിന്, അല്ലെ ജനങ്ങൾക്ക് ഭരണകൂടത്തിൻ്റെ തിന്മകളെ തിരുത്താൻ കഴിയണം, അത് കഴിയുമെന്നുള്ള ബോധ്യമുണ്ടാകണം, അതിന് എലക്ഷൻ ഉപയോഗിക്കണം, വോട്ടിന് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഡോക്ടർ ലോഹ്യ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി പറയുന്നത്. ഈ ആത്മവിശ്വാസം ജനങ്ങൾക്കില്ല, എന്ത് ചെയ്യും? അപ്പോൾ ജനങ്ങളിൽ ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ ഈ സർക്കാരിനെതിരായിട്ട് ഒരുമിച്ച് വോട്ട് ചെയ്ത് പ്രതിപക്ഷത്തിനും ജയിക്കാൻ കഴിയുമെന്നുള്ള ധാരണ ഉണ്ടാക്കണം. ഭരണപക്ഷത്തിൻ്റെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു രീതിയെ ചോദ്യം ചെയ്യാനുള്ള ശക്തി ജനങ്ങൾക്കുണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു നോൺ കോൺഗ്രസിസം. അവിടെ കോൺഗ്രസിസം എന്ന് പറഞ്ഞാൽ അധികാര കുത്തക എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലാണ്ട് കോൺഗ്രസ് വിരുദ്ധത എന്നുള്ളതല്ല. BJPക്കാർ പറയുന്നത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. ഇത് തമ്മിൽ യാതൊരു ബന്ധമില്ല.
പക്ഷേ ഇതിനെ ഒന്ന് സമീകരിക്കാനുള്ള ശ്രമം, സമീകരിച്ച് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ BJP നടത്തുന്നത്. ഇത് ചൈനയുടെ ഇൻവെൻഷൻ്റെ കാര്യത്തിൽ പറയും. ചൈനയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധത്തെ അന്ന് വളരെ ശക്തമായിട്ട് ഈ ഹിമാലയാസിൽ ചൈന കാണിക്കുന്ന അതിക്രമത്തെ ചോദ്യം ചെയ്യുകയും ഹിമാലയ ബച്ചാവോ സമരം നടത്തിക്കൊണ്ട് ഹിമാലയത്തെ ഇന്ത്യയോട് ചേർത്ത് നിർത്തണം, ഹിമാലയത്തിലെ ജനങ്ങളെ, ടിബറ്റൻ ജനതയെ ഒക്കെ അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ലോഹി പറഞ്ഞിരുന്നു. അത് കൊണ്ട് ഈ നെഹ്റുവിൻ്റെ ഈ ഇന്ത്യ ചീന ബായി എന്നുള്ള ഒരു ഡിപ്ലോമസിയുടെ പേരിൽ അത് അപകടമായി പോകുന്നു പിന്നെ നമ്മൾ കാണുന്നു. ഇത് തന്നെ ട്രംപിൻ്റെ ആയിട്ടുള്ള ഏറ്റവും ഇഷ്ടക്കാരനാണ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ച കോമിക്സിൻ്റെ കുറച്ചുകൂടി കോമിക്കലല്ലാത്ത രൂപമാണ് യഥാർത്ഥത്തിൽ അന്ന് നെഹ്റു വിട്ടുപോയത്. ഇപ്പം ഈ നമ്മൾ അനുഭവിക്കുന്ന സ്ഥിതി എന്താണ്? അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇതിനൊക്കെ ഒരു രാഷ്ട്രീയ ചിന്തയുടെ പിൻബലം വേണം. ദേശീയത എന്ന് പറഞ്ഞത് എന്താണ്? അത് സങ്കുചിതമായതല്ല. സാർവദേശീയ ചിന്തകളെ വെച്ചുകൊണ്ടൊരു ദേശീയതയെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ആര് പറയുന്നത്? ലോഹി പറയുന്നത്, അല്ലെങ്കിൽ ഗാന്ധി പറയുന്നത്, ആ സോഷ്യലിസ്റ്റുകൾ പറഞ്ഞത്. അത് BJPക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. അവരുടെ രീതി അതല്ല. അവർ സങ്കുചിത ദേശീയവാദികളാണ്. ഇത് RSSനും BJPക്കും മനസ്സിലാവാത്തത് കൊണ്ടാണോ 2014 ശേഷം നരേന്ദ്രമോദി അധികാരത്തിന് വന്നതിന് ശേഷം നമുക്ക് കാണാം ജയപ്രകാശ് നാരായണനെയും ഡോക്ടർ റാം മനോഹർ ലോഹിയും ഈവൻ കർപ്പൂരി താക്കൂറിനെ പോലും സോഷ്യലിസ്റ്റ് നേതാക്കളെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് കുറച്ചുകൂടിയും ഒരു വിശദമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ലേ സോഷ്യലിസ്റ്റുകൾ? അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണോ അല്ല ദുരുപയോഗപ്പെടുത്തുകയാണോ ചെയ്യുന്നത്? കാരണം വെച്ചാൽ അത് യഥാർത്ഥത്തിൽ അവർ ചിന്തയല്ലല്ലോ ഇവർ അവതരിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ തോന്നും വിധത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന RSSൻ്റെ അജണ്ടയെ, ആ അപകടത്തെ തിരിച്ചറിയുന്നതിൽ സോഷ്യലിസ്റ്റുകൾ പരാജയപ്പെടുന്നുണ്ടോ എന്നതാണ് എൻ്റെ ഒരു ആശങ്ക. സോഷ്യലിസ്റ്റുകൾ യഥാർത്ഥത്തിൽ ലോഹിയെയും ജയപ്രകാശ് നാരായണനെയും അവരെടുത്ത നിലപാടിനെയും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ പരാജയപ്പെടുന്നത് കൊണ്ടല്ലേ. ഞാനിപ്പോൾ പറഞ്ഞത് നോൺ കോൺഗ്രസിസവും കോൺഗ്രസ് മുക്ത ഭാരതവും തമ്മിലുള്ള ഈ വാക്കുകൾ തന്നെ വിശകലനം ചെയ്താൽ അതിൻ്റെ വ്യാഖ്യാനത്തിൽ തന്നെ തെറ്റാണെന്ന് മനസ്സിലാവില്ലേ? നോൺ കോൺഗ്രസിസം എന്ന് പറഞ്ഞാൽ അതൊരു ഈ രീതിയാണ്. കോൺഗ്രസ് ഭരണകൂട കുത്തക എന്നുള്ള നിലയിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു ഇസത്തെയാണ് എതിർക്കുന്നത്. അതല്ല ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്നത്. അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമായ ഒന്നാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ജാതിയെ, ഏതെങ്കിലും ഒരു മതത്തെ, അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറയുന്നത് എത്രമാത്രം ഫാസിസമാണ്, എത്രമാത്രം ഈ തെറ്റായ ഒരു ജനാധിപത്യ വിരുദ്ധമായ കാര്യമാണ്. അതാണ് BJP പറയുന്നത്. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ഈ സമയത്തൊക്കെ തന്നെ അവർ ലോഹിയെയും ജയപ്രകാശ് നാരായണനെയും ഒക്കെ ഇതിനെതിരെ ഉപയോഗിക്കുന്നു എന്ന ഒരു വിഷമകരമായ കാര്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളത് അവതരിപ്പിക്കാൻ നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം ജയപ്രകാശ് നാരായണൻ 1975 അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിൽ എല്ലാ പ്രതിപക്ഷത്തെയും കൂട്ടിച്ചേർക്കുകയാണ്. ഇപ്പോൾ ആളുകൾ പറയുന്നത് JP ചെയ്ത ഒരു തെറ്റാണത് എന്നാണ്. യഥാർത്ഥത്തിൽ JP ചെയ്ത തെറ്റ് ഇവരെ കൂട്ടി യോജിപ്പിച്ച് സമരം ചെയ്തു എന്നുള്ളതല്ല. 77 അവരുടെ പാർട്ടിയെ, RSSൻ്റെ രാഷ്ട്രീയ രൂപമായിട്ടുള്ള ജനസംഘത്തെ സോഷ്യലിസ്റ്റ് അതുപോലെ സംഘടനാ കോൺഗ്രസ്സൊക്കെ ആയിട്ട് ചേർത്തുകൊണ്ട് ജനതാ പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ചു എന്നുള്ളത് തെറ്റാണ്. അതൊരു ഫെഡറേഷനായിട്ട്, ഒരു കോൺഫെഡറേഷനായിട്ട് നിന്നാൽ മതിയായിരുന്നു. അതൊരു ഈ മുന്നണി പോലെ പൊതു വിനിമയം പരിപാടിയിൽ നിർത്തുകയായിരുന്നു വേണ്ടിയിരുന്നത്. അതൊരു തെറ്റാണെന്ന് പറയാം. പക്ഷേ അതേ സമയത്ത് ഒരു ഫാസിസം രാജ്യത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഇനിയും എതിരായിട്ട് നിൽക്കുന്ന എല്ലാവരെയും, ഭരണത്തിന് വിരുദ്ധമായി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ചേർക്കുകയില്ലേ വേണ്ടത്? ഇനിയും അത് തന്നെയാണ് ആവർത്തിക്കേണ്ടത്. കാരണം നിങ്ങളുടെ ജനാധിപത്യമാണ് പറഞ്ഞത്. സ്വാതന്ത്ര്യമില്ലാത്തൊരു സമൂഹത്തിൽ ഒരു തരം ചിന്തയും ഒരു തരത്തിലും മനുഷ്യന് അവൻ്റെ സ്വതന്ത്രമായ ആത്മാഭിമാനത്തോടെയുള്ള ജീവിതം സാധ്യമല്ലാതെ പോകും. അത് സാധിക്കണ്ടേ? അപ്പം നമ്മളിപ്പം ഈ ഒരു ഉദാഹരണത്തിന് ജർമ്മനിയെ നോക്കുക. ജർമ്മനിയിൽ മാർട്ടിൻ നിമോളറുടെ കവിതയിൽ പറയുന്നുണ്ട്, അവരാദ്യം ഈ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു, പിന്നെ ട്രേഡ് യൂണിയനിസ്റ്റുകളെ തേടി വന്നു. ഇത് ഓരോരുത്തരെ തേടി വരുമ്പോഴും മറ്റുള്ളവർ വിചാരിക്കുന്നത് എന്നെയല്ലല്ലോ എന്നാണ്. അവസാനം എൻ്റെ മുറ്റത്തേക്ക് പട്ടാളക്കാരൻ്റെ ബൂട്ടിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ഒരു കവിത നമ്മൾ വായിച്ചിട്ടുണ്ട് മാർട്ടിൻ നിമോളറുടെ. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. യോജിച്ച് നിന്ന് അന്ന് ഹിറ്റ്ലറിനെ എതിർക്കാൻ അവർക്ക് സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹിറ്റ്ലർ ഉണ്ടാവില്ലായിരുന്നു. അതേ സമയത്ത് നിങ്ങൾ ആലോചിക്കണം, ആ ഹിറ്റ്ലറിനെ ആയിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സ്റ്റാലിൻ ഒരു ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ അദ്ദേഹത്തിന് ഹിറ്റ്ലറിന് ഒരു അംഗീകാരം കിട്ടുകയാണ് ചെയ്യുന്നത്.
ആ അംഗീകാരങ്ങൾ കൊടുക്കുകയും അതുപോലെ തന്നെ എതിരായിട്ടുള്ള ശബ്ദങ്ങൾ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യാതിരുന്നത് തെറ്റല്ലേ? അന്നും ജയപ്രകാശ് നാരായണൻ ഇന്ത്യയിൽ ചെയ്തതുപോലെ അടിയന്തരാവസ്ഥ ചെയ്തതുപോലെ അവിടെ ഏതെങ്കിലും ഒരു നേതാവ് വന്നിട്ട് ഇവരെ എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിനെതിരായിട്ട് സമരം ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിലോ? അതല്ലേ ശരി? പക്ഷേ 1977 ജനതാ പാർട്ടി എന്ന പരീക്ഷണത്തെ ഇന്ത്യയിലെ ഭൂരിപക്ഷം സോഷ്യലിസ്റ്റുകളും പിന്നീട് എതിർത്തിട്ടുണ്ട്. അതൊരു പരാജയപ്പെട്ട ഒരു മൂവ്മെന്റ് ആയിരുന്നു എന്നും സോഷ്യലിസ്റ്റുകളുടെ ഐഡന്റിറ്റിയെ വലിയ രീതിയിൽ ചോദ്യം ചെയ്ത ഒരു മൂവ്മെന്റ് ആയി പിന്നീട് അത് മാറിയെന്നും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അതിന്റെ ഭാഗമായി വന്ന ഇന്ത്യയിലെ എല്ലാ സർക്കാരുകളും പരാജയപ്പെടുക തന്നെയാണ് ചെയ്തത്. രാഷ്ട്രീയമായ പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ താങ്കളൊരു സോഷ്യലിസ്റ്റ് എന്ന നിലയ്ക്ക് താങ്കൾ 1977 ജനതാ പാർട്ടി പരീക്ഷണത്തെ എങ്ങനെയാണ് വീക്ഷിക്കുന്നത്? ഞാനത് കാണുന്നത്, ജനതാ പാർട്ടി എന്ന് പറഞ്ഞ ഒരു പാർട്ടി രൂപീകരണം, ഒറ്റ പാർട്ടി രൂപീകരണം വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരൻ. തെറ്റാണെന്നൊന്നും പറയാൻ നമ്മൾ ആളല്ല. കാരണം വെച്ചാൽ അത് വേണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം അന്ന് ആ സമരത്തിലൂടെ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു പ്രതിപക്ഷ ഐക്യമുണ്ട്. ആ ഐക്യത്തെ ഒരു മുന്നണിയായി നിർത്തിക്കൊണ്ട് തന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കാമായിരുന്നു. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നല്ലാതെ കോൺഗ്രസ് വിമുക്ത ഭാരതമൊന്നും ആയിരുന്നില്ല അടിയന്തരാവസ്ഥ കാലത്തുള്ള സമരം. ആ സമരം കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി തോറ്റിട്ട് ജനത അധികാരത്തിൽ വന്നപ്പോൾ അതിൻ്റെ ശില്പിയായിട്ടുള്ള ജയപ്രകാശ് നാരായണൻ ഇന്ദിരാഗാന്ധിയെ നേരിട്ട് കാണാൻ പോകുന്നുണ്ട്. അത് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ വ്യക്തിപരമായിരുന്നില്ല അത്. അതൊരു ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള ശക്തമായ സമരമായിരുന്നു. ആ സമരങ്ങൾ ഒരു മുന്നണിയായി ജനങ്ങളുടെ പ്രസ്ഥാനമായിട്ട്, ജനത ഒരു പ്രസ്ഥാനമാണ്, ഒരു മുന്നേറ്റമാണ്. അഭിയാൻ എന്നൊക്കെ നമ്മളിപ്പോൾ പറയാറില്ലേ, അതൊരു ജനകീയ മുന്നേറ്റമാണ്. അതല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ആവാവുന്ന ഒരു ചേരുവയല്ല അതിനകത്തുള്ളതെന്ന് തോന്നുന്നു എനിക്ക്. സോഷ്യലിസ്റ്റുകളും ജനസംഘവുമായിട്ട് എങ്ങനെയാണ് യോജിക്കുക? സോഷ്യലിസ്റ്റുകളുടെ ആശയവും ജനസംഘത്തിൻ്റെ ആശയവും തമ്മിൽ എന്ത് പൊരുത്തമാണുള്ളത്? സംഘടനാ കോൺഗ്രസും സോഷ്യലിസ്റ്റുകളും തമ്മിൽ എങ്ങനെയാണ് യോജിക്കുക? യോജിക്കാവുന്ന മേഖലകളുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ സോഷ്യലിസ്റ്റുകൾ അതിന് മുമ്പ് വെച്ചിട്ടുള്ള അവരുടെ പ്രവർത്തന പരിപാടിയും ചിന്തയും ഇവർക്ക് സ്വീകാര്യമാണ്. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ തന്നെ സോഷ്യലിസ്റ്റുകളാണ് അതിന് നേതൃത്വം കൊടുത്തത്. അന്ന് അതിനെ ഒറ്റുകൊടുത്ത ആളുകളാണ് ഹിന്ദു രാഷ്ട്രവാദികളായിട്ടുള്ള ആളുകൾ. അവരതിനെതിരായിരുന്നു. അന്നത്തെ ഈ RSS അല്ലെ വിശ്വ ഹിന്ദു പരിഷത്തോ, വിശ്വ ഹിന്ദു പരിഷത്തല്ല, ഹിന്ദു മഹാസഭയോ സവർക്കറിൻ്റെ ആളുകളോ ഒന്നും തന്നെ അതിനോട് യോജിച്ചവരല്ല, അതിന് എതിർത്തുള്ള ആളുകളാണ്. അവരുമായിട്ട് എങ്ങനെയാണ് പൊരുത്തപ്പെട്ടു പോകുന്നത്? ഒരു നിർണായക ഘട്ടത്തിൽ രാജ്യത്തെ ഒറ്റുകൊടുത്ത ആളുകളെ എങ്ങനെയാണ് പിൽക്കാലത്ത് സ്വീകരിക്കുന്നത്? അതിനേക്കാൾ അപകടകരമായിട്ടുള്ള ഒരു ഫാസിസം വരുമ്പോൾ അതിനിരകളാവുന്ന മുഴുവൻ ആളുകളുടെയും ഒരു യോജിപ്പ് മാത്രമാണ്. അപ്പോൾ മാഷ് വിയോജിക്കുന്നത് ജനതാ പാർട്ടിയുടെ രൂപീകരണത്തെ മാത്രമാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷ ഐക്യത്തെ താങ്കൾ സ്വാഗതം ചെയ്യുകയാണ്. അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതിവിശേഷമായിരുന്നു. ജനാധിപത്യത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് അന്നത്തെ ആവശ്യമായിരുന്നു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ജയിലിൽ പോയിട്ടുള്ളത്. ഒരുപാട് മനുഷ്യരെ കൊല്ലപ്പെട്ടു, ഒരുപാട് മനുഷ്യർ ജയിലിലടയ്ക്കപ്പെട്ടു, ഒരുപാട് മനുഷ്യർ കാണാതായി. അപ്പോൾ ഒരു ഭരണകൂട ഏകാധിപത്യം, ഇനിയൊരു അടിയന്തരാവസ്ഥ ഉണ്ടാവാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു മുന്നേറ്റം ആവശ്യമുണ്ടായി. ഇന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത്, അന്ന് നിയമപരമായ അടിയന്തരാവസ്ഥയാണെങ്കിൽ ഇന്ന് പ്രഖ്യാപിതമല്ലാത്ത ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ നിൽക്കുന്നു, ഈ രാജ്യത്ത് നിൽക്കുന്നു. അതിനെ നേരിടാൻ നമുക്ക് കഴിയാതെ പോകുന്നത്, എനിക്ക് തോന്നുന്നത് അന്ന് ജനതാ പരീക്ഷണം പരാജയപ്പെട്ടതിലൂടെ മനുഷ്യർക്കുണ്ടായിട്ടുള്ളൊരു നിരാശയുണ്ട്. അതുകൊണ്ട് ആ ജനതാ പരീക്ഷണം ഇന്ത്യക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു നഷ്ടം ജനാധിപത്യത്തിലുള്ള ആഴത്തുള്ള വിശ്വാസത്തെ അത് ഇല്ലാതാക്കി എന്നുള്ളതാണ്. മാത്രവുമല്ല, ജനതാ പാർട്ടിക്കകത്തുണ്ടായിരുന്ന ഒരു കക്ഷി തന്നെയാണ് ഇന്നത്തെ ഈ ഒരു രാഷ്ട്രീയ ക്രൈസിസിന് നേതൃത്വം കൊടുക്കുന്നത്. അതെ, കാരണം ഈ BJPയെ സംബന്ധിച്ച് BJP ഒരു RSSൻ്റെ രാഷ്ട്രീയ സംഘടനയാണ്. നിർണായകമായ ഘട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ, ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഒരിക്കലും പങ്കുവഹിക്കാത്ത, നിർണായക ഘട്ടത്തിൽ അതിനെതിരായി നിന്നിട്ടുള്ള, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ അതിനെതിരായി നിന്ന് ബ്രിട്ടീഷ് സൈന്യത്തിൽ ചേർന്ന് പരിശീലനം നേടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള സവർക്കറിൻ്റെ ചിന്തയെ പിൻപറ്റുന്ന ആളുകളാണ്.
അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ അടിയന്തരാവസ്ഥയിൽ തങ്ങളുടെ നിരോധനം പിൻവലിക്കുകയാണെങ്കിൽ 20 പരിപാടിയുടെ പ്രചാരകരായി ഞങ്ങൾ ജനങ്ങളിലേക്ക് പോകാമെന്ന് RSSൻ്റെ അന്നത്തെ സർവസംഘചാലകായിട്ടുള്ള ബാലസാഹേബ് ദേവർസ് പറയുന്നുണ്ട്. അതായത് അവരെ സംബന്ധിച്ച് ഒരു ജനാധിപത്യത്തിൻ്റെ വിഷയമായിരുന്നില്ല, അത് അവരുടെ നിരോധനത്തിൻ്റെ പ്രശ്നമായിരുന്നു. അവരുടെ നിരോധനം പിൻവലിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അനുകൂലിക്കാം. ബ്രിട്ടീഷുകാരോട് എടുത്ത അതേ സമീപനമാണ് അന്നത്തെ ഏകാധിപതിയായിട്ടുള്ള ഇന്ദിരാഗാന്ധി അന്ന് വഴങ്ങാതിരുന്നത്. ഇന്ദിരാഗാന്ധിക്ക് അന്താരാഷ്ട്ര നിലവാരത്തിൽ മറ്റ് രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഒരു ഇമേജ് നഷ്ടമാകുമെന്നുള്ളത് കൊണ്ടാണ്. അതല്ലാതെ ഈ ഒരു ജനാധിപത്യവാദിയായതുകൊണ്ടല്ല. നമുക്കറിയാം, ജനാധിപത്യവാദിയായിരുന്നെങ്കിൽ അടിയന്തരാവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അടിയന്തരാവസ്ഥ ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ഈ ജനതയും ഉണ്ടാവില്ലായിരുന്നു. ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം അതുപോലെ തന്നെ നിലനിൽക്കുമായിരുന്നു. ഇപ്പം നമ്മൾ ജയപ്രകാശ് നാരായണനെ കുറ്റം പറയുമ്പോഴത് ആലോചിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടത്, അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടാവുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു അടിച്ചമർത്തൽ ഉണ്ടാകുന്നില്ലായിരുന്നെങ്കിൽ JP മൂവ്മെൻറ്റ് ഈ രീതിയിൽ അല്ല ഉണ്ടാവുന്നതും ജനതാ ഫോർമേഷൻ ഉണ്ടാവില്ലായിരുന്നു. അത് നമ്മൾ മറന്നുപോയിട്ട് ജനത രൂപീകരിച്ച ജയപ്രകാശ് നാരായണൻ ചെയ്തത് തെറ്റ് എന്നുള്ള നിലയിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ ഉണ്ടായി? ആ അടിയന്തരാവസ്ഥയെ ഒഴിവാക്കാമായിരുന്നതല്ലേ? അന്നത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന് പറയുന്നത് അഴിമതിക്കും അനീതിക്കെതിരായിട്ടുള്ളതല്ലേ? അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? ഈ തരം ചോദ്യങ്ങളല്ലേ നമ്മൾ ഉന്നയിക്കേണ്ടത്.